കടലിലെ സൗമ്യരായ ഭീമന്മാർ എന്നാണ് തിമിംഗല സ്രാവുകൾ അറിയപ്പെടുന്നത്. ഇവ തിമിംഗലങ്ങളല്ല. പേരിൽ തിമിംഗലമുണ്ടെങ്കിലും ഇവ യഥാർത്ഥത്തിൽ സ്രാവുകളാണ്. അതായത് ഇവ ഒരു തരം മത്സ്യമാണ്. തിമിംഗലങ്ങൾ സസ്തനികളാണെങ്കിൽ തിമിംഗല സ്രാവുകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന മത്സ്യവർഗമാണ്. തിമിംഗല സ്രാവുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യങ്ങൾ. ഇവയ്ക്ക് ഏകദേശം 40 അടിയിലധികം നീളം വെക്കാറുണ്ട്. എന്നാൽ ഇത്ര വലിപ്പമുണ്ടായിട്ടും ഇവ മനുഷ്യർക്ക് തികച്ചും ഉപദ്രവകാരികളല്ലാത്ത സൗമ്യ സ്വഭാവ മനുഷ്യരുടെ വിരലടയാളം പോലെയാണ് ഓരോ തിമിംഗല സ്രാവുകളുടെയും ശരീരത്തിലെ വെളുത്ത പുള്ളികൾ. ഒരു സ്രാവിന്റെ പുള്ളികളുടെ ക്രമീകരണം മറ്റൊരു സ്രാവിന്റേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ശാസ്ത്രജ്ഞർ ഈ പുള്ളികൾ നോക്കിയാണ് ഓരോ സ്രാവിനെയും തിരിച്ചറിയുന്നത്. ഇവയുടെ വലിയ വായയ്ക്കുള്ളിൽ ഏകദേശം 3000-ഓളം കുഞ്ഞൻ പല്ലുകൾ ഉണ്ട്. എന്നാൽ ഭക്ഷണം കഴിക്കാൻ ഇവ ഈ പല്ലുകൾ ഉപയോഗിക്കാറില്ല. വെള്ളത്തോടൊപ്പം ചെറിയ മീനുകളെയും പ്ലാങ്ക്ടണുകളെയും വായയ്ക്കുള്ളിലാക്കി വെള്ളം അരിച്ചു കളയുന്ന ഫിൽറ്റർ ഫീഡിംഗ് രീതിയാണ് ഇവ പിന്തുടരുന്നത്. തിമിംഗല സ്രാവുകൾക്ക് കൺപോളകളില്ല. പകരം കണ്ണുകളെ സംരക്ഷിക്കാൻ അവയുടെ നേത്രഗോളങ്ങൾക്കു ചുറ്റും ആയിരക്കണക്കിന് ചെറിയ ഡെർമൽ ഡെന്റിക്കിൾസ് അഥവാ കുഞ്ഞൻ പല്ലുകൾ പോലുള്ള ആവരണമുണ്ട്. ഇതൊരു കവചം പോലെ പ്രവർത്തിക്കുന്നു. 100 മുതൽ 130 വർഷം വരെ ഇവ ജീവിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. വളരെ സാവധാനം മാത്രം സഞ്ചരിക്കുന്ന ഇവയ്ക്ക് മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയേ ഉള്ളൂ. ഒരു തിമിംഗല സ്രാവിന് ഒരു മണിക്കൂറിൽ ഏകദേശം 6000 ലിറ്റർ വെള്ളം വരെ അരിച്ചെടുക്കാൻ സാധിക്കും. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്ത് തിമിംഗല സ്രാവുകൾ വലയിൽ കുടുങ്ങാറുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയായതിനാൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ലക്ഷങ്ങൾ വിലയുള്ള വലകൾ മുറിച്ചുപോലും ഇവയെ സുരക്ഷിതമായി കടലിലേക്ക് തിരിച്ചയക്കാറുണ്ട്. ഇനിയും ഇത്തരം വിവരങ്ങൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.